ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ ആവണി സ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ വൈകുന്നേരം ടൈം ആട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഈവനിങ് ആണോ അതോ മോർണിംഗ് ആണോ എന്നൊക്കെ ഏകദേശം ഐഡിയ കിട്ടിക്കാണല്ലോ. കാരണം അത്രത്തോളം സൗണ്ട് ആട്ടോ നമ്മുടെ കൂട്ടത്തോടൊരു ആക്രമണം എന്ന് പറയില്ല. അപ്പോൾ അതാട്ടോ ഇവിടെ ഒരു ബെറ്റാലിയൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തായാലും 2 ദിവസങ്ങളായിട്ട് മഴ കുറച്ച് കുറവുണ്ടായി. അപ്പോൾ ഇന്നലെ മഴ ഉണ്ടെങ്കിൽ കൂടി എന്തായാലും വലിയ ശക്തമായിട്ടുള്ള മഴ, കാറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും നല്ല ഭീഷണിയിൽ, അതുപോലെ തന്നെ മഴയുടെയൊക്കെ ഒരുപാട് ഭീതിയിലാന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. കാരണം എല്ലാവരും മാക്സിമം സേഫായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തായാലും ഇപ്പോൾ വെള്ളം കയറുന്ന ഒരു ഏരിയയൊക്കെ ആയാലും അതുപോലെ തന്നെ സേഫ് അല്ലാന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും ക്യാമ്പുകളിലും അതുപോലെ തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ സ്വത്തിനേക്കാളും ഏറ്റവും വലുത് നമുക്ക് എല്ലാവരും നമ്മുടെ ജീവൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും അവനവൻ്റെ സേഫ്റ്റി നോക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് പേടിയല്ല, പകരം നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലും കാര്യങ്ങളും എടുക്കാമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്തായാലും നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സാധാരണ നമുക്കിവിടെ കാറ്റൊക്കെ നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മരങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മരങ്ങളൊക്കെ പൊട്ടി വീഴാനും അതുപോലെ തന്നെ നമ്മുടെ റോഡ് സൈഡ് ആയാലും ഇപ്പോൾ റോഡിൽ കൂടെ വണ്ടികൾ പോകുന്നതിന് 2 സൈഡിലായിട്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ മരങ്ങൾ തന്നെയാണ്. അപ്പം എന്തായാലും അങ്ങനെ നല്ല കാറ്റൊക്കെ വീശുമ്പോൾ നമുക്ക് മഴയേക്കാൾ കൂടുതൽ തന്നെ കാറ്റിന് തന്നെയാട്ടോ പേര്. കാരണം കാറ്റ് വീശുമ്പോൾ നമുക്ക് എപ്പോഴാണ് എന്ത് സംഭവിക്കാമെന്ന് പോലും അറിയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും നമുക്കങ്ങനെ ന്യൂസിലേക്ക് കേൾക്കുന്നതിനൊക്കെ അപേക്ഷിച്ച് നമുക്ക് എന്തായാലും ഇവിടെ നല്ല സേഫ് തന്നെയാണ്. കാരണം അങ്ങനെ വലിയ രീതിയിലൊരു മഴയോ അതുപോലെ തന്നെ നല്ല കാറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് വിശ്വസിക്കുന്നു കേട്ടോ എന്തായാലും. അപ്പോൾ എല്ലാവരും മാക്സിമം സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈവനിങ് പറമ്പിലേക്ക് വന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പറമ്പിലെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നാലും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരം ആയതുകൊണ്ട് നമ്മുടെ കോഴികളൊക്കെ ഉണ്ട് ഇവിടെ കൂടെ, കോഴികളൊക്കെ കൂടെ മെഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അവിടെ ഫുഡ് കൊടുത്താൽ പോലും ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ നേരെ ഈ ഒരു ഏരിയ കൊടുക്കും. നമ്മുടെ വീടിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം തന്നെ നടക്കുന്നത്. ഇവിടേക്ക് നമ്മൾ ഏലം ആട്ടോ വെച്ചിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഏലത്തിനടുത്ത് മരുന്നടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം വൈകാത്ത ദിവസങ്ങൾ തന്നെ മരുന്നൊക്കെ അടിക്കണം. കാരണം ഇതാട്ടോ നമ്മൾ മരുന്ന് അടിക്കാനൊക്കെ ഒരു 3-4 ഡ്രമ്മുണ്ട് ഇവിടെ നമ്മുടെ കയ്യിൽ. കാരണം നമുക്ക് എന്തായാലും എപ്പോഴും മാസം നമുക്ക് എന്തായാലും ഏലത്തിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൃഷിയെ പറ്റി ഒരു ഐഡിയ ഉള്ള കൂട്ടുകാർക്ക് അറിയുണ്ടാവും. നമുക്ക് ഒരു മാസം കൂടുമ്പോഴത്തേക്ക് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നായിട്ട് ഇങ്ങനെ മരുന്നടിക്കാനാവും. മരുന്നടിക്കുമ്പോൾ ഓരോരോ വളപ്രയോഗങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പണികൾ കണ്ടിന്യൂസായിട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ പറമ്പിൽ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ഒരു ഭാഗത്തൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഓൾമോസ്റ്റ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടേക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സൗണ്ടാണ് നമ്മുടെ കീവീടിൻ്റെ കാതിൽ കുത്തിക്കയറ്റുന്ന സൗണ്ട്. കുറേ പേർക്ക് ഈ ഒരു സൗണ്ടൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ വീഡിയോയിൽ കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ഡെയിലി തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. രാവിലെ വൈകുന്നേരം ശരിക്കും തന്നെ കേൾക്കാത്തൊരവസ്ഥ. ഇപ്പോൾ വൈകുന്നേരം കൂടെ ആയിട്ട് ഭയങ്കര ബഹളമായിരിക്കുകയാണ്. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ ഒരു ഡ്രം 200-ൻ്റെ ക്യാനാണ്. അപ്പോൾ എന്തായാലും ഇതിലാട്ടോ നമ്മളെല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ എന്നാലും കുറച്ച് താഴേക്ക് ആയിരുന്നു വേരങ്ങി എടുക്കുന്നത്. നോക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചിലക്ക് പെറുക്കി അത്യാവശ്യം നല്ല ഇതിനെ ക്ലീനാക്കിയിട്ടുണ്ട് എല്ലാവരും. അതേപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കാടും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മഴ നന്നായിട്ട് ശക്തിയോട് പെയ്യുന്നതനുസരിച്ച് കാടിക്ക് കയറാൻ വേണ്ടി പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്നാലും ഈ ഒരു ഏരിയയിലൊക്കെ കാട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മിച്ചങ്കാളായിട്ട് വീട്ടിലുകൊണ്ട് തന്നെ നല്ല തന്നെ ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കാട് കെട്ടിയതിന് ശേഷം ആയാലും മഴ കുറവുണ്ടെന്നാൽ നല്ല മഴ ഇല്ലെങ്കിൽ പോലും മഴയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാടൊന്നും ഉണങ്ങിയിട്ട് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മിച്ചങ്കാട് വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങാറുണ്ട് പുല്ലത്. എന്നാലും വലിയ ഭാഗത്തൊക്കെ കുറേ ഉണങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ കുറച്ചുകൂടി ഉണങ്ങാനില്ല. എന്നാലും അതൊക്കെ വൈകാതെ തന്നെ ഉണങ്ങിപ്പോയി 2 വീട് നന്നായിട്ട് കിട്ടിയാൽ എല്ലാം സെറ്റായിട്ടങ്ങ് ക്ലിയർ ആക്കി പൊക്കോളും. നമ്മൾ ആ ഒരു നട്ടിട്ടുള്ള ആ ഒരു തൈയുടെ കറക്റ്റ് ചൂട്ടിൽ നമ്മൾ കാടൊന്നും വെച്ചില്ല. കാരണം അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ വേരും അതുപോലെ തന്നെ അതിൻ്റെ ശാഖകളൊക്കെ ഒരുപാട് ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ നമുക്ക് മിഷ്യങ്കാട് വെച്ചാൽ അതിൻ്റെ ആ ഒരു ചുണ്ടിലേക്കൊക്കെ തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കൈവച്ച് തന്നെ പറിക്കണം കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും കൈവച്ചിട്ടല്ലാതെ തന്നെ ചൂട് പറിച്ചെടുക്കണം. ബാക്കിയൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ വെട്ടിയിട്ടിരിക്കുക കേട്ടോ. പിന്നെ മഴ ഇങ്ങനെ പെയ്യുന്നതനുസരിച്ച് നമ്മൾ വെട്ടിയാൽ ഒരു സൈഡിൽ ഇങ്ങനെ കിളിർക്കും തുടങ്ങും കേട്ടോ. ഇവിടെയൊക്കെ കുറേയൊക്കെ തുടങ്ങി തുടങ്ങുന്ന ഇടയിലൊക്കെ ഒരു പച്ചപ്പ് കാണുന്നുണ്ടല്ലേ. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് കാടായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുള്ളൊന്നും തീർന്നിട്ടില്ല. എന്തായാലും നമുക്കിനി കുറച്ചുകൂടി ദിവസങ്ങൾ വെട്ടേണ്ടി വരും കേട്ടോ. താഴേക്കൊക്കെ ഉണ്ട് അത്യാവശ്യം വെട്ടാനായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ഓസികളുണ്ടോ, ആ ഒരു ഓസികളൊക്കെ നമ്മൾ വേനൽക്കാലം ആ ഒരു ടൈമിൽ കിണറിലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഓസികളാണ്. ഇവിടെയൊക്കെ ഒരുപാട് വേരുകളൊക്കെ തന്നെ പൊട്ടി വരുന്നുണ്ട്. നല്ല നനവാണല്ലോ ഇപ്പോൾ മണ്ണിന്. നമ്മൾ ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചപ്പെല്ലാം നീക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞോനെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അംഗൻവാടിയിലൊക്കെ പോയിട്ട് നല്ല ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല തണുപ്പൊക്കെ ആയപ്പോൾ ഞാനൊരു 3-4 ദിവസം വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തണുപ്പ് നന്നായിട്ട് മാറിയെന്ന് പറയാൻ വേണ്ടി പറ്റില്ല.
അതായത് മഴയൊക്കെ ഉണ്ടായിരുന്നു കുറഞ്ഞപ്പോൾ ഒന്നുകൂടി ഇതാ വീട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല, അതായത് കരച്ചിലോ വാശിയോ ബഹളമൊന്നും ഇല്ലാതെ നല്ല ശാന്തമായിട്ട് ഒരാൾ ഇരിക്കുന്നില്ല. വലിയ എല്ലാത്തൊരു സമാധാനം. സുന്ദരി എന്തായിരുന്നു പരിപാടി? എന്തായിരുന്നു പരിപാടി എന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പാപ്പ കഴിക്കുമായിരുന്നു അംഗനവാടി പോയി. എന്താ കഴിച്ചെന്ന് പറഞ്ഞു കൊടുത്തേ? ദോശ കഴിക്കാൻ വേണ്ടി പോയതാട്ടോ ആൾ അംഗനവാടിക്ക്. നമ്മൾ പഠിച്ചില്ലേ പോയിട്ട്? ദോശ കഴിക്കാൻ മാത്രമായിരുന്നോ? എന്നോട് സംസാരിച്ച് ഞങ്ങൾക്ക് ടൈം പോകുന്നേ അറിയില്ല കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ബിരിയാണിയാണോ കഴിച്ചത്? ആരാ ബിരിയാണി കഴിച്ചെന്നേ? ആൻറ്റി. അവിടെ കുട്ടികളുണ്ടോ? വേറെ ഫ്രണ്ട്സ് ഉണ്ടോ? ആരുള്ളത്? ആൾക്ക് കൂട്ടുകാരിയൊക്കെ ഉണ്ട് കേട്ടോ ആള് പറയണത്. അപ്പൊ ആൾക്കായാലും ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടി കുറെ ഇഷ്ടാട്ടോ. ആ ശരി, ആവണിയുടെ കൂട്ടുകാരി തന്നെ കേട്ടോ. അപ്പൊ അവൾ ഉണ്ടായിരുന്നു ഇവിടെ തുടക്കത്തിൽ. അപ്പൊ അവിടെ തന്നെ ഇവിടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മീൻകുളം ഉള്ളത്. അപ്പൊ എന്തായാലും ഞങ്ങൾ മീനിന് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ എടുത്തിട്ട് വന്നതാട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കുറച്ച് നമ്മുടെ പറമ്പിലൊക്കെ വന്നിട്ട് ഉള്ള കുറച്ചൊരു ഈവനിങ് വ്ലോഗ് പോലെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തൊക്കെയോ കുറെ പറയാനുണ്ട് കേട്ടോ ആൾക്ക്. അപ്പം മീനിന് ഫുഡൊക്കെ കൊടുത്ത ആളുകൾ കുഞ്ഞുങ്ങളുടെ ഒരു നീന്തലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മേലിൽ കൂടെ ഇങ്ങനെ പുല്ല് ചാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാണിക്കുമായിരുന്നു. എന്നെ പറിക്കുകയാണോ? ഇത് എൻ്റെ മുഖത്തിന് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇലയാണോ? ശരി ശരി. പേരയ്ക്ക് വേണോ പിന്നെ? അപ്പോൾ അത് അവിടെ തന്നെയാണ് നമ്മുടെ പേരന്മാരും ഉള്ളത്, നമ്മുടെ മീൻകുളത്തിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഒരുപാട് പേരയ്ക്ക് ഇങ്ങനെ പഴുത്തും അതുപോലെ തന്നെ പച്ചയും പല രീതിയിൽ നിൽക്കുന്നത്. ഒത്തിരി ഇതാവും വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കയ്യൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് എന്തായാലും പറിച്ചു തരാം കേട്ടോ. പറഞ്ഞാൽ ഇത് വേണ്ടത് കിളി കടിച്ചിട്ടുണ്ട്. കിളികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ പേരമരം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിസരം വിട്ട് പോകില്ല കേട്ടോ പെട്ടെന്ന്. കാരണം ഒരുപാട് ഇങ്ങനെ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പറിക്കാം കേട്ടോ. അമ്മ പറിച്ചു തരാം, അമ്മ പറിച്ചു തരാം. ഇവിടെ കുറുമ്പിട്ടല്ലേ ഇവിടെ അമ്മ പറിച്ചു തരാം. കമ്പെടുക്കട്ടെ. പഴുത്ത് നമ്മൾ കുറച്ചൊന്നുമല്ല നമുക്ക് പറിച്ചു. അവൾക്ക് പഴുത്തത് വേണ്ടെന്നാണ് പറയണത്. അപ്പം നമുക്ക് പച്ച തന്നെ പറിച്ചെടുക്കാം. പച്ച പറിക്കാനാണെങ്കിൽ പിന്നെ ഒരുപാട് ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു പഴുത്തതും കിട്ടിയിട്ടുണ്ട്. പിന്നെ വെള്ളയ്ക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടത്തേക്ക് ഇതാ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മൂക്കത്തോളൂ. പച്ച മതിന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് എന്തായാലും പച്ച കുറച്ച് കൊടുക്കും. മതിയോ? ഇനി വേണോ? അപ്പോൾ നേരം പേരയ്ക്ക് കഴിക്കട്ടെ. അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേരമരം ആയാലും ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു പേരമരം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്രാഞ്ചസ് ഇങ്ങനെ ഫുള്ളിങ്ങനെ ചുറ്റി കിടക്കും കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മളൊരു ഊഞ്ഞാലും ഇട്ടിട്ടുള്ളത്. നല്ല കാറ്റാട്ടോ, നല്ല തണുത്ത കാറ്റാണ്. നമ്മുടെ ആളുകൾക്ക് സ്വെറ്ററൊന്നും ഇടിയിട്ടില്ല. ഞാൻ പോയിട്ട് സ്വെറ്ററൊക്കെ ഒന്ന് ഇടിക്കണം. നമുക്കൊരു സ്വെറ്റർ ഇടാൻ താല്പര്യമൊന്നും ഇല്ലല്ലോ. പേരയ്ക്ക് ചേച്ചി കാണിച്ചു കൊടുക്കുക, അവിടെ കാണിച്ചു കൊടുക്കുക. പേരയ്ക്ക് വേണോ ചേച്ചി? പേരയ്ക്ക് വേണോ ചേച്ചി? പേരയ്ക്ക് വേണോ ചേച്ചി? ഓടി വായോന്ന് പറ. പേരയ്ക്ക് പിന്നെ നമ്മൾ ചെയ്തത് ഏതൊരു കൃഷിയാണെങ്കിലും അതിൻ്റെ ഒരു കൃഷി രീതികളിൽ നമുക്ക് ക്ലൈമറ്റിനനുസരിച്ച് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ചോട്ടിലുണ്ട് ഇവിടെ നമുക്ക് പറിക്കാനായിട്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട് ചോടുകൾ മൊത്തം നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുക. പിന്നെ ചോടൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ. ഇത് നമുക്ക് ചെറിയ ചെറിയ ഒരു ചെറിയനാട്ടോ, കൊടുത്തുവാന്നൊക്കെ പറയും. ചെറുതാട്ടോ അതൊക്കെ. ഒരുപാട് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളവും കൂടി തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ നീര് പോകുമ്പോഴത്തേന് ചൊറിഞ്ഞിട്ട് നമ്മൾ രക്ഷയുണ്ടാവില്ല കേട്ടോ. നമ്മൾ കാടൊക്കെ പറിക്കാൻ വരുന്ന ടൈമൊക്കെ നമുക്ക് ഇതുപോലെ ചോടൊക്കെ, അതായത് നമുക്ക് ഏലത്തിൻ്റെ ആയാലും പൊടിയുടെ ആയാലും കറക്റ്റ് ചോടൊക്കെ പറിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെയൊക്കെ ചൊറിയാൻ ഒരുപാടുണ്ട്. നമ്മൾ താഴത്തെ പറമ്പിലൊക്കെ ഇതിങ്ങനെ പിന്നെ പാലിങ്ങനെ മുളപ്പിക്കുള്ളൂ നമ്മൾ കൈകളൊക്കെ. ആ രീതിയിലാട്ടുള്ളത്. അങ്ങനെ ചോറിട്ട് കഴിക്കാൻ പാടുള്ള വലിയ വലിയ ഇലകൾ കൂടി ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മുളച്ച് വരുന്നൊരു പരിപാടി. എനിക്ക് കതിരും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ ചെറിയ അളവ് സെറ്റപ്പൊന്നും ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഇല മതി ഇത് നമ്മളെ ഉറക്കം എടുത്താൽ മാത്രം
ഇതിന് കഴിവുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മരുന്ന് കഞ്ഞികളും പിന്നെ ഔഷധങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഒരു പ്രാധാന്യമുള്ളൊരു മാസങ്ങളുള്ളൂ. അപ്പോൾ എന്തായാലും അതിനൊക്കെ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. എന്നിട്ട് പറിച്ചെടുക്കലും ഇത് അരിഞ്ഞെടുക്കലൊക്കെ കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. പക്ഷെ കുറച്ച് മെനക്കെടാൻ തയ്യാറാണെന്ന് എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സംഭവമായിരുന്നു ഈ ഒരു കറി കഴിക്കുമ്പോഴും. നമ്മുടെ കുറച്ച് താഴെ പറമ്പ് ഇവിടെ എനിക്ക് അത്രയൊന്നും ഇല്ല. അതിവിടെ ഉണ്ടെങ്കിൽ കൂടി ചെറിയ ചെറിയ ഇലകളൊക്കെയാണ്. പക്ഷേ താഴേക്ക് അങ്ങനെ ആയിട്ടില്ല. ഒരു ബെറ്റാളിയും തന്നെ ഒരു കാല് പോലെ അത്രത്തോളം ആട്ടോ സ്പ്രെഡായിട്ടുള്ളത്. ഇത് നമ്മൾ ഏലത്തിന് നോക്കി തന്നെ നമ്മുടെ കൃഷികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു വളങ്ങൾക്കനുസരിച്ച് ഇത് അതുപോലെ നല്ല ഇത് തന്നെ വളർന്നു വരുന്നുണ്ട്. പിന്നെ എവിടെയായിട്ട് നമ്മുടെ കാപ്പി ആട്ടോ. അപ്പോൾ ഇത് നല്ല ഹൈറ്റ് വെക്കുന്നൊരു കാപ്പിയാണ്. നമ്മുടെ കയ്യിൽ 2 വെറൈറ്റി ആയിട്ടുള്ളത്. റോബസ്റ്റും ഉണ്ട്, അതിന് അറബിയുണ്ട്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്. അത് അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ചിട്ട് അപ്പം നമ്മൾ കവാത്തൊക്കെ ചെയ്തായിരുന്നു. എല്ലാം നമ്മൾ കവാറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇനിയും ചെയ്തിട്ടായിരുന്നു. എന്നാലും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പം എന്തായാലും നമുക്കിത് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് നമുക്ക് പറിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ പെട്ടെന്ന് പൊട്ടിയൊന്നും പോകില്ല കേട്ടോ. നോക്കി ഓൾമോസ്റ്റ് ഒക്കെ പഴുത്തും അതുപോലെ തന്നെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അധികം വൈകാത്ത ദിവസങ്ങളിൽ നമ്മുടെ കാപ്പിക്കുരിയും കൂടി എന്തായാലും പറിച്ചെടുക്കണം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. കുറേയൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കിളികളുടെ ഒരു ബഹളം തന്നെയാണ് കേട്ടോ. ഫുൾ ടൈം നമുക്ക് കിളികളുടെ ഒരു സൗണ്ടും അതുപോലെ തന്നെ കിളികൾ ഇങ്ങനെ നമ്മുടെ പറമ്പിൽ കൂടെ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഉണ്ടാവും. പിന്നെ മഴക്കാലം ആകുമ്പോൾ അവരുടെ ഒരു ക്വാണ്ടിറ്റി നല്ല കൂടുതലായിരിക്കും കേട്ടോ. കുഞ്ഞുങ്ങളായിട്ടും വലുതൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പം എന്തായാലും നമ്മളിതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചത് ഇതിൻ്റെ ഒരു പുറന്തോടുണ്ടല്ലോ, ഇത് കാപ്പിയാണെങ്കിൽ പോലും ഈ ഒരു സാധനം പഴുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ പുറന്തോട് ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു നന്നായിട്ട് പഴുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം തന്നെയാണ് പുറന്തോട്. അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് വരിക്കും. നമുക്കിനും കിളികളൊക്കെ വരാതെ. അപ്പം നമുക്ക് എന്തായാലും കുറച്ചൊക്കെ സൈഡിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. തോടൊക്കെ നന്നായിട്ട് പഴുത്ത ഭാഗങ്ങളൊക്കെ പകുതി തോടൊക്കെ പോയിട്ടാണ് വെക്കുന്നത്. അവരങ്ങനെ പരിപ്പൊന്നും കഴിക്കില്ല കേട്ടോ. കഴിച്ചാൽ അവർ തോട് കഴിച്ചിട്ട് ബാക്കി അവർ പരിപ്പൊക്കെ ഇങ്ങനെ താഴെയിട്ടിട്ടുണ്ടാവും. അപ്പം എന്തായാലും അതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കണം. ഇനിയിപ്പോൾ എന്തായാലും ചേച്ചിമാരെ നിർത്തിയിട്ട് നമുക്ക് എന്തായാലും അധികം വൈകാത്ത ദിവസങ്ങളിൽ പറിക്കണം. ഇപ്പോൾ എല്ലാവരും ഏലക്കായ്ക്ക് എടുക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പറിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഏലക്കായ എടുക്കുന്ന സീസൺ ആയതുകൊണ്ട് നമ്മുടെ ചേച്ചിമാരെല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമിൽ ചിലപ്പോൾ നമുക്ക് ആളെ കിട്ടാത്ത പ്രശ്നം അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ കുറച്ച് പെൻഡിങ് ആയി കിടക്കും. അപ്പോൾ എന്തായാലും അപ്പോഴത്തേനും ചിലപ്പോൾ അവരെ കിട്ടുമ്പോഴത്തേനൊക്കെ കുറേയൊക്കെ അവർ കിളികളൊക്കെ കഴിച്ച് അവരുടെ വയറ് നിറച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ പറിക്കാൻ നമ്മൾക്ക് ഇപ്പോൾ പണിക്ക് ആൾക്കാരെ കിട്ടിയിട്ട് നമ്മൾ പറിക്കാൻ വരുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒക്കെ ചിലപ്പോൾ ഒഴിവുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കർഷകരെ സംബന്ധിച്ച് കുറച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൂ. എപ്പോഴും നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് അതായത് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമുക്ക് രണ്ടും നേരിടാൻ തയ്യാറായിട്ട് വേണം ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലായാലും നല്ല രീതിയിൽ തന്നെ പഴുത്ത് തുടങ്ങിയിട്ട് അതും ഈ ഒരു സെയിം കാറ്റീനി അങ്ങനെ ഹൈറ്റൊക്കെ വെച്ച് പോയിട്ടുണ്ടോ. എത്ര ഹൈറ്റ് വെച്ചാലും നമുക്കിങ്ങനെ വളച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും അങ്ങനെ കൊമ്പ് പൊട്ട് അങ്ങനെ പ്രശ്നമൊന്നും കേട്ടോ. നന്നായിട്ട് ചായച്ചൊക്കെ പറിക്കാൻ വേണ്ടി പറ്റും. നന്നായിട്ട് ആ കുരിയൊക്കെ ഉണ്ടായതിനനുസരിച്ച് ഇങ്ങനെ താഴേക്കൊക്കെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും നിന്നത് ചിലതൊക്കെ അങ്ങനെ നിന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ കഴിക്കാൻ നിന്നത് ഇതിലും നല്ല രീതിയിൽ പഴുത്തത് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം പഴുത്ത് നിൽക്കണം. അപ്പോൾ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടി ചിലതൊക്കെ നമുക്കിങ്ങനെ കൈ വെച്ച് തൊടുമ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് അടർന്ന് വീഴും കേട്ടോ. നമുക്കിങ്ങനെ പറിച്ച് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ കയ്യിലേക്ക് അടർന്ന് പോരുന്നുണ്ട്. ചിലതൊക്കെ ഉണങ്ങിയും തുടങ്ങി. അപ്പോൾ നമുക്ക് അധികം വൈകാത്ത ദിവസങ്ങൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്തായാലും നമ്മുടെ കാപ്പിക്ക് വിളവെടുക്കണം. അതെങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. നോക്കി ക്ലൈമറ്റ് മാറിയിട്ട് നമ്മൾ വന്ന ടൈമിൽ ഒരു കുറച്ച് തെളിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറുക. ചെറുതായിട്ട് മഴയും തുള്ളിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മഴ തുള്ളിയിടുന്നതുകൊണ്ടുതന്നെ നമുക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ കോടയിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇറങ്ങട്ടോ. കോട ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഒരു മഴയുടെ ഒരു തുള്ളിയിടുന്നുണ്ട്. അത് അങ്ങനെയൊന്ന് പൊക്കോ കേട്ടോ. കോട ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മഴ പെയ്യില്ല. എന്തായാലും കോടയിൽ തണുപ്പ് നമുക്ക് നല്ല രീതിയിലുണ്ട് കേട്ടോ. എന്തായാലും കോടയിൽ തണുപ്പുണ്ടെങ്കിൽ കൂടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സമാധാനമുണ്ട്. കാരണം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളൊക്കെ കാണുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ മനസ്സലിഞ്ഞു പോകുന്ന അത്രത്തോളം കഷ്ടപ്പാടും. കാരണം ഒട്ടും നമുക്കങ്ങനെ വിചാരിക്കാത്ത സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ദുരിത മേഖലയായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ട്. പിന്നെ എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അത്ര നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ പുഴയിലൊക്കെ ആയാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വെള്ളമൊക്കെ ഒഴുകി എത്തുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കാണുന്നൊരു പുഴയൊന്നുമല്ല. പുഴയുടെ ടെക്സ്ചർ വരുമ്പോൾ മാറി തുടങ്ങി. അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് പോകുന്നതും അതുപോലെ എല്ലാം ഒരു പരിധി വരെ ഇപ്പോൾ കുറയ്ക്കുക. കാരണം നമ്മുടെ ക്ലൈമറ്റ് അത്രത്തോളം കലി തുള്ളിയിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് ശാന്തമാവുന്നവരെ നമ്മളും അതുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും എല്ലാവരും പരമാവധി ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കാമെന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ നമുക്ക് കുഞ്ഞു വീഡിയോ എത്രയൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് നല്ലൊരു വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കയറി കണ്ടതിന് ശേഷം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ
സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പം തന്നെ നമുക്ക് നല്ലൊരു വിശേഷമായിട്ട് നാളെ കാണുന്നവർ ബൈ.